ജിവുവിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ മുത്തശ്ശിയോടൊന്നും പറഞ്ഞില്ല. രാത്രി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ആ ലോക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശി പറയുന്ന കഥകളൊക്കെ അപ്പാടി തള്ളിക്കളഞ്ഞതിൽ അവൾക്കല്പം നാണക്കേട് തോന്നി. എന്തായാലും നാളെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്നവൾ തീരുമാനിച്ചു. അവൾ പിറ്റേ ദിവസം കാലത്ത് തന്നെ ആ ലോക്കറ്റും എടുത്ത് കുറച്ച് സാധനങ്ങളും ബാഗിൽ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. മുത്തശ്ശിയോട് ആ വനത്തിനെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അവൾ നയത്തിൽ ചോദിച്ചറിഞ്ഞു. എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ ലോക്കറ്റുമായി വനത്തിനുള്ളിലേക്ക് നടന്നു. വനത്തിനുള്ളിൽ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. പട്ടാപ്പകലായിട്ട് പോലും നല്ല ഇരുട്ടും. അവൾ തൻ്റെ കയ്യിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി. ലോക്കറ്റിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്? അപ്പോൾ തന്നെ മറുപടി വന്നു, നദിയിലൂടെ പോവുക. അങ്ങനെ അവൾ നദി ലക്ഷ്യമാക്കി നടന്നു. കാടിന്റെ നടുവിലൂടെ ഒഴുകുന്ന പ്രത്യേക രീതിയിൽ തിളങ്ങുന്ന നദി അവൾ കണ്ടെത്തി. അതിന് ആഴമൊക്കെ കുറവായിരുന്നു. അതിലൂടെ അവൾക്ക് നടക്കാൻ സാധിക്കും. അങ്ങനെ അവൾ അതിലൂടെ നടന്നു തുടങ്ങി. അപ്പോഴതാ അവളുടെ പിന്നിൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ആ നിഴൽ രൂപങ്ങൾ, നദിയിലൂടെ അവയുടെ പ്രതിബിംബം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോക്കറ്റ് അവളോട് ഉരുവിട്ടു, നീ ഒന്നും പേടിക്കണ്ട, ധൈര്യമായി നടന്നോളൂ, തിരിഞ്ഞു നോക്കരുതെന്ന് മാത്രം. അവൾക്ക് ഉള്ളിൽ നല്ല ഭയം തോന്നി, ആ നിഴൽ രൂപങ്ങൾ തന്നെ അപകടപ്പെടുത്തുമോ എന്ന്. എങ്കിലും അവൾ ലോക്കറ്റ് കയ്യിലുള്ള ധൈര്യത്തിൽ മുമ്പോട്ട് തന്നെ നടന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു തെളിവുള്ള സ്ഥലത്തെത്തി. അവിടെ അതാ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു അമ്പലം. ലോക്കറ്റ് അവളോട് മന്ത്രിച്ചു, അതാ അവിടെയാണ് എന്നെ നീ എത്തിക്കേണ്ടത്. ജിവു അല്പം വേഗത്തിൽ തന്നെ നടന്നു. അപ്പോഴതാ ആ നിഴൽ രൂപങ്ങൾ അവൾക്ക് ചുറ്റിലും ഒരു വലയം തീർത്തിരിക്കുന്നു. അവയുടെ കൂർത്ത നഖമുള്ള നീളൻ കൈകൾ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് അവ പറയുന്നു, ഇത് ഞങ്ങൾക്ക് തരൂ, ഇത് ഞങ്ങളുടെ യജമാനന്റേതാണ്, ഇത് അവിടെ കൊണ്ടുവയ്ക്കാനുള്ളതല്ല, വേഗം താ ഇങ്ങോട്ട്. അവർ ആക്രോശിക്കുന്നു. ലോക്കറ്റ് അവളോട് മന്ത്രിച്ചു, എന്നെ നീ അവരുടെ കയ്യിൽ കൊടുത്താൽ അവർ ഈ ലോകം തന്നെ ഇല്ലാതെയാക്കും. നീ എത്രയും വേഗം എന്നെ ആ അമ്പലത്തിനകത്തെത്തിക്കൂ. ജിവു സർവശക്തിയും സംഭരിച്ച് ഓടി. ആ നിഴൽ രൂപങ്ങൾ അപ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന രൂപങ്ങളായി മാറിയിരുന്നു. അവ അവളുടെ പിന്നാലെ പാഞ്ഞു. ജിവു ഒരു വിധത്തിൽ അമ്പലത്തിനകത്ത് കയറിപ്പറ്റി. അമ്പലത്തിന്റെ വാതിൽ വരെ ആ രൂപങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ അവൾ അവിടെ കണ്ട ഒരു പീഠത്തിന്മേൽ ആ ലോക്കറ്റ് വെച്ചു. അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞതും പ്രകൃതിയിലാകെ മൊത്തത്തിലൊരു മാറ്റം. അവിടെ മാകെ പ്രകാശം പരന്നു. അതിന്റെ മാസ്മരികമായ ശോഭ അവിടെയെല്ലാം പ്രതിഫലിച്ചു. ആ വെളിച്ചം തന്റെ കണ്ണുകളിലേക്ക് അടിച്ചപ്പോൾ ജിവു കണ്ണുപൊത്തി. ആ പ്രകാശത്തിന്റെ ശോഭയിൽ ആ രൂപങ്ങളൊക്കെ മാഞ്ഞുപോയിരുന്നു. ആ പൊട്ടിപ്പൊളിഞ്ഞ അമ്പലം ഇപ്പോൾ പഴയ രീതിയിൽ വളരെ ഭംഗിയുള്ള പ്രൗഢിയുള്ള അമ്പലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജിവുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്തൊരു മനോഹരമായ അമ്പലമാണിത്, അവൾ ഓർത്തു. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം അലയടിച്ചു. വളരെ നന്ദി ജിവു, നീ ചെയ്തു തന്ന ഈ വലിയ കാര്യത്തിന്. ജിവുവിന് ഒരുപാട് സന്തോഷവും ആശ്വാസവുമൊക്കെയായി ആ വാക്കുകൾ കേട്ടപ്പോൾ. അവൾ ആ വനത്തിൽ നിന്നും വീട്ടിലേക്ക് നടന്നു. അന്ന് രാത്രി വളരെ സന്തോഷവതിയായി ജിവു കാണപ്പെട്ടു. അവൾ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി ഈ അതീന്ദ്രിയ ശക്തികളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മുത്തശ്ശി ഒരു ചിരിയോടുകൂടി പറഞ്ഞു, അവര് നിന്നെ വിശ്വസിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ചിരിച്ചു.